കുറേ ദിവസമായിട്ടോ ലോഡഡ് ഫ്രൈസ് ഉണ്ടാക്കി കൊടുക്കാൻ മക്കൾ പറയുന്നത്. അപ്പം പുറത്തുനിന്ന് നമ്മൾ വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് പിന്നെ ഈ ഒരു പറച്ചിൽ തുടങ്ങിയത്. അപ്പോൾ അതിനായിട്ട് ചിക്കൻ ഒരു 250 ഗ്രാം എടുത്തതാണ്. പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി, പിന്നെ കുറച്ച് അൽഫാമിൻ്റെ മസാല, പിന്നെ സോയാ സോസ്, കോൺഫ്ലോർ, പാകത്തിന് ഉപ്പിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അവിടെ വെക്കാണ്. പിന്നെ അത് ഷാലോ ഫ്രൈ ചെയ്തിട്ടാണ് ഇട്ട് എടുക്കേണ്ടത്. പിന്നെ അതിലേക്ക് നമ്മൾ ബ്രില്ലിയാറിൻ്റെ ഫ്രഞ്ച് ഫ്രൈസാണ് പൊരിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നല്ല തിളച്ച ഓയിലിലേക്കാണ് വെളിച്ചെണ്ണ കേട്ടോ, തിളച്ച ഓയിലാണ് നമ്മളത് ഇട്ടെടുക്കേണ്ടത്. പിന്നെ ഒന്ന് സ്റ്റിക്കിയായി വരും, അപ്പോൾ അത് കോരി മാറ്റിയാൽ മതി. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. പിന്നെ ആ ഒരു ബട്ടർ നല്ലോണം മെൽറ്റ് ആയതിന് ശേഷം ഒരു 2 ടീസ്പൂണ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മൈദ നല്ല കട്ട പിടിക്കാതെ മൈദ നല്ല സ്മൂത്തി ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ലേശം ഒരു പാക്കറ്റ് പാലിന് കുറച്ചൊന്ന് മാറ്റി വെച്ചിട്ട് ബാക്കി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഏകദേശം ഒരു 300-400 അടുത്ത് പാല്. പിന്നെ അതിലേക്ക് ചില്ലി ഫ്ലെക്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് തിളച്ച് വരുമ്പോൾ മൊസറല്ല ചീസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളവിടെ ഗ്യാസിൻ്റെ മേലുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മളിതൊന്ന് സെറ്റാക്കാൻ വെക്കുകയാണ്. അപ്പോൾ അതൊരു സർവിംഗ് ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഫസ്റ്റ് ഫ്രഞ്ച് ഫ്രൈസ് ഇട്ട് കൊടുക്കുക. പിന്നെ അതിന് ശേഷം നമ്മൾ വൈറ്റ് സോസ് ഒന്നിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ. ആ ഒരു സോസ് എല്ലാ ഭാഗത്തേക്കും എത്താൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതിലേക്ക് ഈ ഒരു തന്തൂരി വെജ് മയോണൈസാണ് ഇട്ട് കൊടുക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്താ പറയുക, എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമായിട്ടില്ല കേട്ടോ. ഇവിടെ മക്കൾക്കൊന്നും ഇഷ്ടമായിട്ടില്ല. പിന്നെ അപ്പം അത് സ്കിപ്പ് ചെയ്യണമായിരിക്കും നല്ലത്. പിന്നെ ഇത് ഇടാൻ എല്ലാ വീഡിയോ നോക്കിയപ്പോൾ ഇത് ഇടാൻ എല്ലാവരും പറയുന്നുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് ടൊമാറ്റോ കെച്ചപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി മിക്സ് ആക്കി എടുക്കുകയാണ്. പിന്നെ നമ്മൾ നേരത്തെ ഷാലോ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കന് ഒന്നും കൂടി സ്മോൾ പീസസ് ആക്കിയിട്ട് അതിൻ്റെ മേലൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ലേസ് നല്ലോണം പൊടിച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ലെയർ അങ്ങനെ സെറ്റാക്കിയപ്പോൾ നമ്മൾ 2 ലെയർ സെറ്റാക്കിയിട്ടാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ അതിൽ ലേശം എനിക്ക് തോന്നുന്നത് മൊസറല്ല ചീസ് ഇട്ട് കുറച്ച് കുറഞ്ഞു പോയിക്കണം കേട്ടോ, ഒരു വലിഞ്ഞ് വരുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അതെല്ലാം കൂടി ഇട്ട് ഒന്ന് ലെവലാക്കിയതിന് ശേഷം പിന്നെ നമ്മൾ സെക്കൻഡ് ലെയറും അതേപോലെ തന്നെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് പാക്കറ്റ് ഫുൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല, കുറച്ച് അതിലൊന്ന് ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ രണ്ടാമത്തെ ലെയറും സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു സിലിക്കോണിൻ്റെ സ്പാച്ചില ഞാൻ മീഷോന്ന് വാങ്ങിയാണ് കേട്ടോ. അപ്പോൾ നല്ല സുഖം ഉണ്ടായിരുന്നു കേട്ടോ. ഇത് നോൺ സ്റ്റിക്കിൽ യൂസ് ചെയ്യാൻ നല്ല എന്താ പറയുക, നല്ല നമുക്ക് ഭയങ്കര ഇഷ്ടമാവും. കാരണം എന്താ വെച്ചാൽ പാത്രത്തിൽ ഒരു ഭാഗം പോലും ഉണ്ടാവില്ല, എല്ലാം നമുക്ക് നല്ലോണം വടിച്ചെടുത്തുകൊണ്ട് പാത്രത്തിലേക്ക് ഇടാൻ പറ്റും. പിന്നെ അതിൻ്റെ സ്ക്രാച്ചും വീഴുന്നില്ല. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാനിവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ മേലേക്ക് ലാസ്റ്റ് നമ്മൾ കുറച്ചൊന്ന് സോസ് ഒരു ഡെക്കറേഷന് വേണ്ടിയാണ്ട് ഒന്നിങ്ങനെ വരച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് കഴിക്കാനായിട്ട് എടുത്തപ്പം ഒരു കുഴപ്പമില്ലാത്തൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ പുറത്തുനിന്ന് വാങ്ങി കഴിക്കുമ്പോൾ ഇതേ ടേസ്റ്റ് തന്നെയായിരുന്നു.